ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇനി നാളത്തെ നല്ലൊരു കഥ നടക്കാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ സീരിയലിന്റെ ഒറിജിനൽ ഭാഗമായിട്ടുള്ള റീമേക്ക് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് കാണിച്ചു വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഒരു കെണി വെക്കുന്നുണ്ട് ഭവാനി. അതായത് അടുക്കളയിൽ കയറിയിട്ട്, അതായത് മുത്തശ്ശിയും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ തന്നെ ഒരു നിശ്ചയത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ വരാനായിട്ട് രാത്രിയാവും ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഭവാനി ഒരു പണി കൊടുക്കുകയാണ് നമ്മുടെ ഭൂമിക്ക്. വേറൊന്നുമല്ല, ഭൂമി അടുക്കളയിൽ കയറുമ്പോഴേക്കും അവിടെ വെള്ളം, അതായത് പാത്രം കഴുകിപ്പിക്കണം. അപ്പോൾ വെള്ളം തുറക്കുമല്ലോ. അപ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്ന വയറ് കട്ട് ചെയ്തിട്ട് ആ വെള്ളത്തിന്റെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വയർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ഭവാനി. അങ്ങനെ ഭൂമി എടുത്ത് വരുമ്പോൾ പറയുന്നുണ്ട് ഭൂമി, മുത്തശ്ശിയും അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കി എല്ലാവരും കൂടി ഒരു നിശ്ചയത്തിന് പോയിരിക്കണം. അവർ വരാൻ കുറച്ച് വൈകും. ഭൂമിക്ക് വിരോധമില്ലെങ്കിൽ ഇവിടെ വേലക്കാലത്ത് നിന്ന് വന്നിട്ടില്ല. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാവും ചോദിക്കുകയാണ്. ഭൂമി സന്തോഷത്തോടെ കഴുകാന്ന് പറയുന്നുണ്ട്. അങ്ങനെ കഴുകാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ അച്ഛൻ്റെ കോള് ഭൂമിയുടെ മൊബൈലിലേക്ക് വരുന്നത്. നമ്മുടെ അച്യുതൻ വേദനയ്ക്കുള്ള മരുന്ന് എവിടെയാ വെച്ചതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോള് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമി പുറത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ടാപ്പ് തുറന്നു വെച്ചിട്ടാണ് ഫോൺ വിളിക്ക് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭവാനി നോക്കുമ്പോഴേക്കും കുറേ നേരിട്ട് ഭൂമിയുടെ അനക്കമൊന്നുമില്ല. ഇനി ഷോക്ക് അടിച്ച് നിലത്തിവിടെ ചത്തോ എന്നൊക്കെ അറിയാൻ വേണ്ടി അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഭൂമി പുറത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ഭവാനി കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ആർത്താണ് സംസാരിക്കുന്നത്, ഇങ്ങനെ വായും വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കേ ആ വെള്ളം കയറി വന്ന് ഭവാനിയുടെ കയ്യിൽ ടച്ച് ചെയ്തിട്ട് ഭവാനി ഷോക്ക് അടിച്ച് അവിടെ ഷോക്ക് അടിച്ച് ഇങ്ങനെ വിറന്ന് തുള്ളുവാട്ടോ. ഭൂമി കറക്റ്റ് സമയത്ത് അവിടെ വരികയും ഭവാനിനെ രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭൂമി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി വീട്ടിലേക്കല്ല, കോഫി ഹൗസിലേക്കാണ് എത്തുന്നത്. സാധാരണ 9 മണിക്കാണ് ഷോപ്പ് പൂട്ടുന്നത്. ഇപ്പൊ നമ്മുടെ ഭൂമി വെച്ച് 12 മണി തുറന്നു വെക്കാം. നൈറ്റ് പിള്ളേരൊക്കെ ചായ കുടിക്കാൻ കയറുകയാണെങ്കിൽ അതും കൂടി പൈസ ആകുമല്ലോ എന്ന് വെച്ചിട്ട് ഭൂമി ഒരു 12 മണി വരെ കോഫി ഷോപ്പ് തുറന്നു വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി രാത്രി വിളിക്കേണ്ട, മോളെ ഭൂമി ക്ഷമിക്കണം, ഞാനൊരു വിവാഹ നിശ്ചയത്തിന് പോയതാണ്, വന്നപ്പോൾ ഒരുപാട് വൈകി, മോള് ക്ഷമിക്കണം കേട്ടോ. അയ്യോ അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, അതെ ഞാൻ മോളെ വിളിപ്പിച്ചത് വേറെ ഒന്നിനും അല്ല, നമ്മുടെ അജയന്റെയും അഞ്ജലിന്റെ വിവാഹ നിശ്ചയമാണ് വരാൻ വേണ്ടി പോണത്. അപ്പൊ ആ ദിവസം പാൽപ്പായസവും പിന്നെ കുറച്ച് മധുരങ്ങളൊക്കെ മോൾ തന്നെ ഉണ്ടാക്കി തരണം. ആ ഒരു ഓർഡർ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ശരി മുത്തശ്ശി, അതിനെന്താ, ഞാൻ സന്തോഷത്തോടെ ചെയ്യാം മുത്തശ്ശി എന്നൊക്കെ പറയാണ് നമ്മുടെ ഭൂമി. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. അങ്ങനെ ഭൂമി ഫോൺ വെക്കാണ്. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറയാൻ വേണ്ടി വരാൻ പോകുന്നൊരു ഭാഗമാണ്. അങ്ങനെ 12 മണി വരെ ഭൂമി അവിടെ നിൽക്കുന്നുണ്ടല്ലോ കോഫി ഷോപ്പിൽ ഇങ്ങനെ കോഫി കൊടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ അജയ് ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവളെന്ത് രാത്രിയായിട്ടും വീട്ടിൽ പോവാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അജയ് നേരെ ഭൂമിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അല്ല, നീ ഈ കോഫി ഷോപ്പ് 9 മണിക്ക് അടയ്ക്കുന്നതല്ലേ, ഇപ്പൊ സമയം 11 ആയാലോ, നീ എന്താ കോഫി ഷോപ്പ് അടയ്ക്കാത്തത്? അച്ഛനോ അമ്മയോ വരാൻ വേണ്ടി കാത്തിരിക്കുവാണോ? അല്ല സർ, ഇനി എപ്പോഴും 11 മണി വരെ 12 മണി വരെയൊക്കെ കോഫി ഷോപ്പ് ഉണ്ടാകും. അതെന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് പൈസയുടെ കുറച്ച് ആവശ്യമുണ്ട് സർ. കോഫി ഷോപ്പ് തുറന്നു വെക്കുകയാണെങ്കിൽ രാത്രി എന്തെങ്കിലും ആവുമെങ്കിൽ അതാവില്ലേ. ഈ സമയത്ത് ആര് ചായ കുടിക്കാനാ വരാനാ ഭൂമി? വെറുതെ നിന്റെ സമയം കളയാന്ന് മാത്രമേ ഉള്ളൂ. അല്ല സർ, 10-20 രൂപ കിട്ടാമെങ്കിൽ അത് നല്ലതല്ല. അല്ല, പൈസക്ക് നിനക്ക് എന്താ എത്ര ആവശ്യം എന്ന് ചോദിക്കുകയാണ്. അത് സാർ, പൈസക്ക് ആർക്കാ സാർ ആവശ്യമില്ലാത്തത്? സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം സാറിന് പൈസയൊക്കെ ഉണ്ടല്ലോ. പൈസ ഇല്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. എന്തായാലും പൈസയുടെ ഒത്തിരി ആവശ്യമുണ്ട് സർ, അതുകൊണ്ട് എനിക്കും ഇത് തുറന്നു വെച്ചേ പറ്റൂ. അല്ല, എന്നിട്ട് നീ ഇപ്പൊ എങ്ങനെ തിരിച്ചു പോകും? ഞാൻ വണ്ടിക്ക് പോകും എന്ന് പറയാണ്. സാറ് പോകുന്നില്ലേ? ആ സമയമായി പോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് അവിടെ കാത്തു നിൽക്കാണ്. കാരണം ഭൂമി പോണ വരെ നിൽക്കാന്ന് വെച്ചിട്ടാണ് അജയ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ സമയം കുറെ കഴിയുമ്പോഴേക്കും ഭൂമി 12 മണിയാകുമ്പോഴേക്കും കോഫി ഷോപ്പൊക്കെ അടയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അജയും കാണുന്നുണ്ട് ഭൂമി കോഫി ഷോപ്പ് അടയ്ക്കണത്. ശേഷം വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ. ഇതെന്താ സ്റ്റാർട്ട് ആവുന്നത്? ഭൂമി വീണ്ടും വണ്ടി സ്റ്റാർട്ട് ആക്കണം. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഭൂമി. അവിടേക്ക് വണ്ടിയായിട്ട് അജയ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പൊ അജയ് ചോദിക്കണ്ടേ, എന്താടോ താൻ വീട്ടിലേക്ക് പോണില്ല? സമയം ഇപ്പൊ 12:15 പോവാന്ന് വിചാരിച്ചാണ് സർ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അയ്യോ ഇതെന്ത് പറ്റി? അയ്യോ ഇത് പഞ്ചറായല്ലോ. ഇനിയിപ്പോ നാളെ ആരെങ്കിലുമൊക്കെ വന്നല്ലേ ശരിയാക്കാൻ പറ്റുള്ളൂ. താൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ ആണെങ്കിൽ ജീപ്പും ഇല്ല, തനിക്ക് വിരോധമില്ലെങ്കിൽ വണ്ടി കയറിക്കോ, ഞാൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട സർ, അത് സാറിന് ബുദ്ധിമുട്ടാവും. ശരിയാവില്ല സർ. കുഴപ്പമില്ല സർ, അതൊന്നും കുഴപ്പമില്ല, താൻ വണ്ടി കയറിക്കോ എന്ന് പറയണം. ഭൂമി വേഗം അജയന്റെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അജയ് ഭൂമിയും കൂടി രാത്രി ഭൂമിനെ വീട്ടിലാക്കാൻ വേണ്ടി പോകാണ് അജയ്. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മുടെ അഞ്ജന ഏതൊക്കെയോ ഒരു കടയിൽ കയറിയിട്ട് ഇറങ്ങുന്ന സമയത്താണ്, ബിയർ ഷോപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറി ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ അജയുടെ വണ്ടിയുടെ പുറകെ ഭൂമി ഇരുന്നിട്ട് കളിച്ച് ചിരിച്ച് സംസാരിച്ച് പോകുന്ന കാണുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ അഞ്ജനക്ക് ദേഷ്യം വരികയാണ്. വേറെ ഒന്നല്ല ഇവര് സംസാരിക്കണത്. അജയ് ചോദിക്കേണ്ട ഭൂമി എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഭൂമി പറയുന്നുണ്ട്, സാർ ഇത്ര പാവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് സാർ, പുറമെ പരുക്കന്മാരാണെങ്കിലും ഉള്ളിൽ ഭയങ്കര പഞ്ചപാവമായിരിക്കും. അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് വിഷമം സൂക്ഷിച്ച് പുറമെ
പുറമെ മറ്റുള്ള ദേഷ്യത്തിൽ പെരുമാറുന്നവരേക്കും കൂടുതൽ ആൾക്കാരെ. അപ്പൊ അജയ് പറയുന്നുണ്ട് ഭൂമി എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, അത് ഈ പ്രായത്തിൽ. അതെ സർ, അങ്ങനെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഷ്ടപ്പാടും കഷ്ടതകളൊക്കെ കൂടുമ്പോൾ നമ്മൾ പല മനുഷ്യരെയും മനസ്സിലാക്കും സർ. പിന്നെ ഞാൻ ഈ കോഫി ഷോപ്പ് നടത്തല്ലേ, അങ്ങനെ കുറെ പേരൊക്കെ എനിക്കറിയാം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒക്കെ എഴുതാൻ വരുന്നവരെ എന്റെ അടുത്ത് വന്നിട്ടാണ് എഴുതുന്നത്. അങ്ങനെ അവരുടെ ജീവിതമൊക്കെ മനസ്സിലാക്കിയിട്ടാ ഞാൻ ഇങ്ങനെ പക്വതയായത്. കൊള്ളാം, എന്തായാലും 12 മണി വരെ ഒന്ന് ഇരിക്കാണ്ടോ, അത്ര സമയം നിന്നിട്ട് കാര്യമില്ലല്ലോ. അയാൾ തനിക്ക് പൈസ വല്ല ആവശ്യമെങ്കിൽ ചോദിച്ചോട്ടോ, ഞാൻ വേണമെങ്കിൽ തരാമെന്ന രീതിയിൽ അജയ് പറയണ്ടോ. സാർ ചോദിച്ചല്ലോ, അതെന്നെ വലിയ കാര്യം എന്ന് ഭൂമി പറയണം. അങ്ങനെ ഭൂമി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അജയ് തിരിച്ചു വരുന്നുണ്ട്. വീട്ടിലെത്തിയ ഭവാൻ എടുത്ത അഞ്ജന ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭൂമിനെ ചുറ്റിക്കൊണ്ട് രാത്രി ഫുള്ളും അവൻ സിറ്റി ഫുള്ളും കറങ്ങി നടക്കുമായിരുന്നു എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭവാനിക്കും ദേഷ്യം വരുന്നു കേട്ടോ. അങ്ങനെ ഭവാനാണെങ്കിൽ അഞ്ജനയുടെ അജയന്റെ വിവാഹ നിശ്ചയം പോലും വേണ്ട, ഡയറക്റ്റ് വിവാഹം തന്നെ കഴിപ്പിക്കുക. അത് എന്തിനാണ് വിവാഹ നിശ്ചയവും ചടങ്ങും കാര്യങ്ങളൊക്കെ വെക്കണത്? ഇപ്പോഴത്തെ കാലത്ത് വിവാഹ നിശ്ചയം വേറെ വിവാഹം വേറെ അങ്ങനെയൊന്നും വെക്കാറില്ല, രണ്ടും കൂടി ഒരുമിച്ചല്ലേ വെക്കുന്നത് എന്നൊക്കെ പറയും. മുത്തശ്ശിനെ വീണ്ടും ഒരു സംസാരിച്ച് അത് വിവാഹം മാത്രം ആക്കട്ടെ, വിവാഹ നിശ്ചയം ക്യാൻസൽ ആക്കിയിട്ട് വിവാഹം മാത്രം ആക്കണം. പക്ഷെ വിവാഹത്തിന് എന്താ പറ്റുന്ന വെച്ചാൽ അവിടെ അഞ്ജന ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഭൂമിനെ കൊണ്ടാണ് നമ്മുടെ മുത്തശ്ശി അജയനെ വിവാഹം കഴിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അതൊരു എഗ്രിമെന്റ് മാരേജ് ആണ്. നമ്മുടെ ഭൂമിക്ക് പണം, അതായത് അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഭൂമി ആ വിവാഹത്തിനെ പോലും സമ്മതിക്കുന്നത്. അതായത് മൊത്തം അച്യുതന്റെ ചികിത്സയ്ക്ക് വേണ്ടി, ചികിത്സയല്ല ഓപ്പറേഷന് വേണ്ടി 16 ലക്ഷം രൂപ വേണം. ആ 16 ലക്ഷം രൂപ തരാം, എഗ്രിമെന്റ് മാരേജ് നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് അജയ് പറയും ഭൂമിയെടുത്ത്. അങ്ങനെ അജയ് അങ്ങനെ പറയുമ്പോഴേക്കും 1 വർഷത്തേക്കല്ലേ, അതായത് അഞ്ജനടുത്ത് നിന്ന് രക്ഷപ്പെടണം അജയ്ക്ക്, അത്രേ ഉള്ളൂ. പിന്നെ ഭൂമിന് 1 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സും ചെയ്യാലോ. 16 ലക്ഷം രൂപ അവക്ക് കൊടുക്കാം എന്ന് അജയ് വിചാരിക്കണം. അങ്ങനെ അജയ് ഭൂമിയെടുത്ത് പറഞ്ഞിട്ട്, നിനക്ക് വേണ്ടത് 16 ലക്ഷം രൂപയല്ലേ, അത് ഞാൻ തരാം, പക്ഷെ നീ എന്റെ ഭാര്യയായിട്ട് 1 വർഷം നിൽക്കണം. താൻ എന്താണ് പറഞ്ഞത്, 1 വർഷം തന്റെ ഭാര്യയായിട്ട് നിൽക്കണമെന്നോ? എന്നിട്ട് തനിക്ക് നാണല്ലോ എന്നോട് ഇങ്ങനെ പറയാനായിട്ട്? അയ്യോ, ഞാൻ അങ്ങനെ ഭാര്യയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞത് വേഷം മാത്രം മതി, ഭാര്യ ആവാൻ നിൽക്കണ്ട. എനിക്ക് അഞ്ജനെ ഇഷ്ടമല്ല, അവളും എന്നോട് തമ്മിലുള്ള വിവാഹം നടത്താൻ വേണ്ടി നോക്കാണ് മുത്തശ്ശി. പക്ഷെ ആ വിവാഹം എനിക്ക് താല്പര്യമില്ല, അതിനെ വേണ്ട ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോണത്. 1 വർഷം കഴിയുമ്പോൾ ഞാൻ ഡിവോഴ്സ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ റൂമിൽ കയറുമ്പോഴേക്കും നീ വേറൊരാള്, ഞാൻ വേറൊരാള്, നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ അല്ല. പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ. കാര്യം മനസ്സിലായോ? ഓ, ഒരു എഗ്രിമെന്റ് മാരേജ് ആണ് സാർ ഉദ്ദേശിക്കുന്നത്, എനിക്കൊന്ന് ആലോചിക്കണം സാർ എന്ന് ഭൂമി പറയാണ്. പക്ഷെ ഭൂമിക്ക് അത് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. പക്ഷെ വേറെന്താ സംഭവിക്കുക വെച്ചാൽ, അച്യുതനെ പെട്ടെന്ന് അസുഖം കൂടുകയാണ്. അസുഖം കൂടുമ്പോഴേക്ക് അച്യുതൻ വേറൊരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട് 1 ആഴ്ചക്കുള്ളിൽ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ തീർന്നു എന്ന് പറയണം. പിന്നെ അച്യുതനെ നോക്കണ്ട എന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറയണം. ഭൂമിക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അജയ് ആയിട്ടുള്ള വിവാഹത്തിന് ഭൂമി സമ്മതം മൂളുവാണ്. അങ്ങനെ അജയ് ഭൂമിയും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കഥയാണ് അജയ് ഭൂമിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജനെ ഒഴിവാക്കാണ്. അങ്ങനെ 1 വർഷത്തെ എഗ്രിമെന്റിൽ നമ്മുടെ അജയ് ഭൂമിനെ വിവാഹം കഴിക്കുകയാണ്. ഇത് ഞാൻ ഇതിന്റെ റീമേക്കിലെ ഭാഗമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് റീമേക്കിലെ ഭാഗങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ ബൈ.